ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ദിസ് ഈസ് മീ അൽഫിൻ അബ്ദുൽ സലാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ മിസ് ചെയ്തു പോകുന്ന ഒരു കാര്യത്തെ പറ്റിയാണ്. എല്ലാവരും നെറ്റ് പ്രിപ്പറേഷൻ ആരംഭിക്കുന്നത് പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്ത് ഒരു വർഷം കഴിയുമ്പോൾ, 2 വർഷം കഴിയുമ്പോൾ, വേറെ എന്തെങ്കിലും പരിപാടി കിട്ടാതെ വരുമ്പോഴായിട്ടാണ്. പക്ഷേ ഒരു PG വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ എന്തുകൊണ്ട് ഇപ്പോൾ തന്നെ നെറ്റ് ക്ലിയർ ചെയ്തെടുക്കണം എന്നുള്ളതിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ UGC നെറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ CSIR നെറ്റ് എന്ന് പറയുന്നത് ഇന്ന് ഒരു ഹയർ ക്വാളിഫിക്കേഷൻ അല്ല. അതായത് ഒരു കാലഘട്ടത്തിൽ PG കഴിഞ്ഞ് നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നവരുടെ എണ്ണം വളരെ ഗണ്യമായിട്ട് കുറവായിരുന്ന ഒരു കാലഘട്ടത്തിൽ PG കഴിഞ്ഞാൽ അത്രയും വലിയ ഡെവലപ്മെന്റിലേക്ക് നിങ്ങൾക്ക് റിസർച്ചിലേക്ക് പോകണമെങ്കിൽ, നിങ്ങൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ആകണമെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് എഴുതിയാൽ മതിയായിരുന്നു? നെറ്റ് എഴുതിയാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് BEdോ കേറ്ററ്റോ സെറ്റോ ഒക്കെ ആയിട്ട് നമ്മുടെ കരിയർ ചോയ്സുകൾ ഒരുപാടധികം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് UGC നെറ്റ് ഇല്ലാത്ത പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ഒട്ടും തന്നെ വാല്യൂ ഇല്ലാത്തൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. യു ഹാവ് എ PG ബട്ട് യു ഹാവ് നോ നെറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ വാല്യൂ അവിടെ വളരെ വലുതായിട്ട് കുറയുകയാണ് ചെയ്യുന്നത്. ഈ റിയാലിറ്റി നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. ഓരോ PG സ്റ്റുഡൻറ്റും ഉറപ്പായിട്ടും ഈ കാര്യം മനസ്സിലാക്കി വെക്കുക. നെറ്റ് ഇല്ലാതെ PG എന്ന് പറയുന്നത് UGക്കൊപ്പം തന്നെ വാലിഡ് ആവുകയുള്ളൂ. നമുക്ക് വലുതായിട്ടുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും തന്നെ നെറ്റ് ഇല്ലാതെ നമുക്ക് ഓപ്പൺ ചെയ്ത് തരുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ എന്തുകൊണ്ട് PG പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ നെറ്റ് നേടണം? ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് നമ്മളുടെ സിലബസ് നൽകുന്ന വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അതായത് നമ്മളുടെ നെറ്റിന്റെ സിലബസ് എന്ന് പറയുന്നത് നമ്മളുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ സിലബസ് എന്ന് പറയുന്നതും വളരെ കൺകറന്റ് ആയിട്ടുള്ള ഓവർലാപ്പിംഗ് ആയിട്ടുള്ള വാട്ട് എവർ ബി യുവർ സബ്ജക്ട്സ് നിങ്ങളുടെ PG സിലബസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ നെറ്റിന്റെ സിലബസ് വരുന്നത്. ബട്ട് അവിടെ ഉള്ള ഒരേ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് PG സിലബസ് ഓവർ 4 സെമസ്റ്റേഴ്സ് ആസ് ഡിസ്ക്രിപ്റ്റീവ് എക്സാംസ് ആസ് പേപ്പേഴ്സ് ആണ് നിങ്ങൾ എഴുതിയെടുക്കുന്നതെങ്കിൽ ഇതിന്റെ എല്ലാത്തിൻ്റെയും ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള വേർഷനെ ഒബ്ജക്റ്റീവ് ടൈപ്പിൽ നിങ്ങൾ എവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്? പേപ്പർ 2 എന്ന് പറഞ്ഞ നിങ്ങളുടെ നെറ്റിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ് ഫോർ ദിസ് എക്സാമിനേഷൻ. PG സിലബസ് അതുകൊണ്ട് തന്നെ UGC നെറ്റിന്റെ പേപ്പർ 2 സിലബസുമായിട്ട് വളരെയധികം ഓവർലാപ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? നെറ്റിന് വേണ്ടിയിട്ടും സിലബസ് വൈസ് സെമസ്റ്റർ വൈസിന് വേണ്ടിയിട്ട് നമുക്ക് ഒരേപോലെ പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നിങ്ങൾ നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പേപ്പർ 2 PG സിലബസ് മുഴുവൻ കവർ ചെയ്യുന്ന ഏരിയാസും പേപ്പർ 1ഉമാണ് നമ്മളുടെ കയ്യിലുള്ളത്. നമ്മളിവിടെ എക്സ്ട്രാ മൈല് വർക്ക് ചെയ്യേണ്ടത് പേപ്പർ 1ന് വേണ്ടി മാത്രമാണ്. കാരണം എന്താണ്? നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ സിലബസ് ഓൾറെഡി എവിടെ പഠിക്കാനുണ്ട്? നമ്മളെ PGയിൽ നമുക്ക് പഠിക്കാനുണ്ട്. സോ നമ്മൾ ഫ്രഷ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഈ സിലബസിനെ പഠിക്കുകയാണ്. നമ്മൾ കോളേജിൽ ലെക്ചറേഴ്സിന്റെ ക്ലാസ്സുകൾ കേട്ട് ഈ ടോപ്പിക്സിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഒരു തറോ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി വെക്കുകയാണ്. ആൻഡ് നമ്മൾ എന്ത് ചെയ്യുകയാണ്? കോൺസെപ്റ്റുകളെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുകയും അതിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? നെറ്റിന്റെ പാറ്റേണിലേക്ക് എന്ത് ചെയ്താൽ മാത്രം മതി? റീഇൻഫോഴ്സും റീഷേപ്പും ചെയ്താൽ മാത്രം മതി. നമുക്ക് ലോങ് ടേം റിട്ടൻഷന് വേണ്ടിയിട്ട്, നമ്മൾ ലോങ് ടേം ആയിട്ട് ഈ കോണ്ടന്റ് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് കോൺസെപ്റ്റ് ബേസിക് ആയിട്ട് മനസ്സിലാക്കി വെക്കുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ നമ്മൾ ഓവർ ദ ടൈം സിലബസ് കവർ ചെയ്യുന്ന അതേ ടൈം മാത്രം മതി നമുക്ക് നെറ്റിന് വേണ്ടിയും പ്രിപ്പയർ ചെയ്യുവാൻ വേണ്ടിയിട്ട്. അല്ലാതെ സാധാരണ ആളുകൾ ചെയ്യുന്നത് പോലെ PG കഴിഞ്ഞതിന് ശേഷം 1-2 വർഷം കോച്ചിങ്ങിനായിട്ട് ടൈം എക്സ്ട്രാ എടുത്ത് നമ്മളുടെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത്. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് ഇസ് ബി കരിയർ റെഡി. പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഒരു റിസർച്ച് കരിയറോ അല്ലെങ്കിൽ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ കരിയറിനോ റെഡി ആയിട്ട്, കാരണം നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ള ആളാണെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് ഇല്ലാതെ റിസർച്ചിന്റെ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല. നമുക്ക് നെറ്റ് ഇല്ലാതെ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിനെ പറ്റി സ്വപ്നം കാണാൻ പോലും പറ്റില്ല. ദാറ്റ് മീൻസ് യു ആർ നോട്ട് റെഡി പ്രൊഫഷണലി ഫോർ എ കോഴ്സ്. യു ആർ നോട്ട് റെഡി ആസ് എ പ്രൊഫഷണൽ ടു ബി എംപ്ലോയബിൾ, ടു ബി ജോബ് റെഡി ആയിട്ടല്ല നമ്മൾ സാധാ ട്രഡീഷണൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിറങ്ങുന്നത്. ബട്ട് വിത്ത് ദ നെറ്റ് എക്സാം നിങ്ങൾ ജോബ് റെഡി ആയിട്ടാണ് പുറത്തേക്ക് കോളേജുകളിൽ നിന്ന് വരുന്നത്.
ആൻഡ് പറഞ്ഞതുപോലെ തന്നെ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്. നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ സ്റ്റൈഫൻഡോട് കൂടി വേണം റിസർച്ച് ചെയ്യാൻ. കാരണം 23-ാമത്തെ വയസ്സിൽ വെളിയിലേക്ക് ഇറങ്ങുന്ന ഒരു യുവാവ്, ലെറ്റ് ഇറ്റ് ബി എ മാൻ, ലെറ്റ് ഇറ്റ് ബി എ വുമൺ, ലെറ്റ് ഇറ്റ് ബി എനിവൺ, നമുക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ആസ് വി മൂവ് ഓൺ ഇൻ അവർ അഡൾട്ട് ലൈഫ്. നമുക്ക് നമ്മുടെ വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന പരിധി കഴിഞ്ഞിരിക്കുന്നു. സോ നമ്മൾക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് ഫർദർ സ്റ്റഡീസ്, റിസർച്ച് പോലുള്ള കാര്യങ്ങളിലേക്ക് പോകാനാണെങ്കിൽ അവിടെ ഈ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. അതാണ് നിങ്ങൾക്ക് 43,000 രൂപ വരെ സ്റ്റൈഫൻഡോടുകൂടി ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പും 55,000 രൂപ വരെ സ്റ്റൈഫൻഡോടുകൂടി സീനിയർ റിസർച്ച് ഫെലോഷിപ്പും തരുന്നത്. ദാറ്റ് ക്യാൻ ബി റിസീവ്ഡ് ഓൺലി വിത്ത് UGC നെറ്റ് ക്വാളിഫിക്കേഷൻ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നു? നമുക്ക് ഒരു അക്കാഡമിക്കലി റെഡി ആയിട്ടുള്ള ഒരു യുവാവായിട്ട് കോളേജിന് പുറത്തേക്ക് വരുവാനായിട്ട് സാധിക്കുന്നു. ദിസ് ഇസ് ബേസിക്കലി ദി സെയിം തിങ്. നമ്മൾ ഈ PGയിൽ പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് നെറ്റിന് ചോദിക്കുന്നത്. അവിടെ എക്സ്ട്രാ എഡ്ജ് ആയിട്ട് വരുന്നത് എന്ത് മാത്രമാണ്? പേപ്പർ 1 മാത്രമാണ്. ആ പേപ്പർ 1ലെ 10 മൊഡ്യൂളുകൾ നമുക്ക് ടെക്നിക്കലി 4 തവണ നമുക്ക് പരീക്ഷ എഴുതാം. ഓരോ സെമസ്റ്ററിനൊപ്പവും ഓരോ നെറ്റ് എക്സാം എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം. ഈ 4 എക്സാമിൽ 3 എക്സാമും നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രയൽ എക്സാംസ് ആയിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം. അങ്ങനെ 3 പരീക്ഷകൾ നിങ്ങൾക്ക് എഴുതി 4ാമത്തെ പരീക്ഷയിൽ സീരിയസ് ആയിട്ടുള്ള അറ്റംപ്റ്റ് കൊടുത്തുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട്, എന്തുകൊണ്ട്? കാരണം നമ്മൾ പേപ്പർ 2ന് ഏറ്റവും ബെറ്റർ ആയിട്ട് ഒബ്ജക്റ്റീവ് ആയിട്ടാണ് നമ്മൾ എവിടെ പഠിക്കുന്നത്? നമുക്ക് നെറ്റ് എക്സാമിന് വേണ്ടി പഠിക്കുന്നത്. ഈ ഒബ്ജക്റ്റീവ് ആയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് എന്താണ്? കൂടുതൽ ഫാക്ച്വൽ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ലഭിക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് essay ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ അവിടെ ബെറ്റർ ആയിട്ടുള്ള ആൻസേഴ്സ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഒപ്പം തന്നെ നമ്മളുടെ PGയുടെ മാർക്കും ഡെവലപ്പ് ആകും. അതുപോലെ തന്നെ നമ്മളുടെ നെറ്റ് അവൈലബിലിറ്റിയും നമുക്ക് ഓക്കെ ആയിട്ട് സാധിക്കും. ഒരു A+ലധികം റാങ്കോടുകൂടി അല്ലെങ്കിൽ ഗ്രേഡോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ PG കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് യു ക്യാൻ കം ഔട്ട് ഓഫ് യുവർ കോളേജ് വിത്ത് യുവർ മാസ്റ്റേഴ്സ് എലോങ് വിത്ത് യുവർ ഗ്രാജുവേഷൻ വിത്ത് ബീങ് ദ ടൈറ്റിൽ ഓഫ് an assistant professor when you clear UGC net exam. And with the right preparation, you can come out of your post-graduation as a junior research fellow and go straight and get your research started as well as you complete your PG with stipend in your hand. സോ നിങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്ന ടൈം തന്നെയാണ്. നിങ്ങളുടെ കയ്യിലുള്ള സമയത്തിനെ ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട്, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് PGക്കുള്ളിൽ തന്നെ നിങ്ങൾ നെറ്റ് ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് സിലബസ് നമ്മൾ പഠിച്ചാൽ പോലും പേപ്പർ 1 ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഈ സിലബസിലുള്ള ഫൗണ്ടേഷൻ ഐഡിയാസിനെ കോൺസെപ്ച്വലൈസ് ചെയ്തുകൊണ്ട്, പോയിന്റ്സ് ആയിട്ടുകൊണ്ട്, ഒബ്ജക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കുവാനായിട്ട് നിങ്ങൾക്ക് ബെസ്റ്റ് ടൈമും കൂടിയാണ് ഈ PG ടൈം എന്ന് പറയുന്നത്. ഇതിനെ കോൺസെപ്ച്വലൈസ് ചെയ്ത് പഠിച്ച് പേപ്പർ 1ൻ്റെ കൂടെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് PG കംപ്ലീറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ നെറ്റും JRFും ക്വാളിഫൈഡ് ആയിട്ട് ജോബ് റെഡി ആയിട്ട് മാർക്കറ്റിലേക്ക് PG കഴിഞ്ഞ് ഇറങ്ങുവാനായിട്ട് സാധിക്കും. സോ ഓൾ യു നീഡ് ടു ഡു ഇസ് പ്രിപ്പയർ വെൽ, പ്രിപ്പയർ ദ മോസ്റ്റ് പെർഫെക്റ്റ്ലി വിത്ത് ദ ബെസ്റ്റ് സിസ്റ്റമാറ്റിക് മാനർ വൈൽ യു ആർ ഡൂയിങ് യുവർ PG. അങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ 180 ഡേയ്സിൻ്റെ JRF ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഫോർ വർക്കിംഗ് പ്രൊഫഷണൽസ് ആസ് വെൽ ആസ് അവർ സ്റ്റുഡൻസ്. നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഡിസംബർ ജൂൺ എക്സാംസ് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഔട്ട്പുട്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യുവാനായിട്ട് സാധിക്കുന്ന സിസ്റ്റമാണ് നമ്മുടെ JRF ലോങ് ടേം ബാച്ച്, വിക്ടറി ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 180 ഡേയ്സ് ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി ഉറപ്പായിട്ട് നമ്മുടെ ബോർഡ് നമ്പർ ആയിട്ടുള്ള 8086881144 എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഫോർ ഫർദർ ഇൻഫർമേഷൻ ഉറപ്പായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിഷൻസ് എൻറോൾ ചെയ്യാവുന്നതാണ്. So with more informative content and guidance and education videos related to assistant professorship, research, JRF net and everything UGC net, competitive cracker the channel subscribe ചെയ്തു വെക്കുക. And to get it at the earliest, ഉറപ്പായിട്ട് നമ്മൾ നോട്ടിഫിക്കേഷൻ enable ചെയ്തു വെക്കുക. This is me, Alfred Abdul Salam, signing off till we meet again with more exciting content at CC. Thank you.